അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നുസുക്ക് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. നുസുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ യൂസർ കൊടുക്കുക. അതിലിങ്ങനെ 3 ഓപ്ഷൻ കാണാം. അതിൽ വിസിറ്റർ ഓപ്ഷൻ, വിസ നമ്പർ, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ഇതൊക്കെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ വിസ നമ്പർ, നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ വിസ നമ്പർ വരും. ആ വിസ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, അടിക്കുക. ഞാനിപ്പോൾ വിസ അടിക്കുന്നുണ്ട്, ഒരു സാമ്പിളായിട്ട് വിസ അടിക്കുന്നുണ്ട്. ഏകദേശം ഒരു പാസ്പോർട്ട് നമ്പർ ഞാൻ അടിക്കുന്നുണ്ട്. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അടിക്കുന്നുണ്ട്. അതിൽ പാസ്പോർട്ട് നമ്പർ നമ്മൾ തെറ്റാതെ കൊടുക്കണം. പിന്നെ നാഷണാലിറ്റി ഇന്ത്യ, അല്ലേ, ഇന്ത്യ അടിച്ചു. ഇനി നമ്മൾ കൺട്രി കോഡ്, അത് ഇന്ത്യ കൊടുക്കാം. പിന്നെ നമ്മളെ മൊബൈൽ നമ്പർ, നാട്ടിലത്തെ മൊബൈൽ നമ്പർ 860640. ഇത് ഞാൻ ഒരിക്കൽ വേറെ ആൾക്ക് കൊടുത്തത് കൊണ്ട് എനിക്ക് ഈ നമ്പർ കിട്ടൂല. പക്ഷേ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാണ്. മെയിൽ അഡ്രസ്സ് കറക്റ്റ് കൊടുക്കണം. ഈ മെയിലേക്കാണ് OTP വരിക. അപ്പോൾ ഞാൻ നമ്മൾ ഒഫീഷ്യൽ മെയിലായിട്ടുള്ള ഒരു മെയിൽ അഡ്രസ്സ് ജസ്റ്റ് കൊടുത്തതാണ്. ramla@gmail.com. ഞാൻ താൽക്കാലികമായിട്ടൊരു മെയിൽ അഡ്രസ്സ് ഉണ്ടാക്കിയതാണ്. ഈ മെയിൽ അഡ്രസ്സിന് കൊടുക്കുന്ന പാസ്വേഡ് ഓർമ്മ വേണം. ഈ പാസ്വേഡ് ഇതിന് മെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് അല്ല. ഇനി നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് അടിക്കണം. അങ്ങനെയാണ്. 2 പ്രാവശ്യം മെയിൽ അഡ്രസ്സ് ഒരേമാതിരി കൊടുത്തു. ഇനി പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പാസ്വേഡ് ഇമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് അല്ല. ഈ പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്പ് ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ഡസ് നോട്ട് മാച്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് കൊടുത്തു. ഞാൻ വേറൊരു പാസ്വേഡ് കൊടുത്തു. എൻ്റെ പേര് വെച്ചൊരു പാസ്വേഡ് കൊടുത്തതാണ്. ഇനി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടാവും എന്താണ്, ഈ മൊബൈൽ നമ്പർ, അതായത് എൻ്റെ കോൺടാക്റ്റ് നമ്പർ മുമ്പ് കൊടുത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ആ കോൺടാക്റ്റ് നമ്പർ മാറ്റി കൊടുക്കുകയാണ്. ഓഫീസ് നമ്പർ ജസ്റ്റ് കൊടുക്കുകയാണ്. 70344747 കൊടുത്തു. ഇനി രജിസ്റ്റർ ചെയ്തപ്പോൾ ക്ലിയറായി. ഇനി ഒരു OTP ഇമെയിൽ അഡ്രസ്സിലേക്ക് പോകും. ആ OTP ഞാൻ മെയിലിൽ പോയിട്ട് 4 അക്കമുള്ള OTP എടുത്ത് അതിലടിക്കുകയാണ്. കുറച്ച് പണിയുണ്ട്, പക്ഷേ സൗദി ഗവൺമെൻറ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. ആ OTP എടുക്കുകയാണ്. അടുത്തു, വെരിഫൈ ചെയ്തു, സക്സസ്ഫുള്ളി ആയി. ഇനി 2ാം വട്ടം കണ്ടില്ലേ, വിസിറ്ററിൽ പോവുക. വിസിറ്ററിൽ പോയിട്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റർ പാസ്പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത്. പാസ്പോർട്ട് നമ്പർ അതിലടിക്കുക. പാസ്പോർട്ട് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കൊടുത്ത പാസ്വേഡ് കൃത്യമായിട്ട് ഓർമ്മ വേണം. ആ പാസ്വേഡും കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ കൊടുത്തു. ഇനി ആ പാസ്വേഡ് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് നേരെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെ മദീന അതുപോലെ റൗലയിലേക്ക് കയറേണ്ട കാര്യങ്ങളൊക്കെ വരും. ഇതിൽ OTP വന്നില്ല. മെയിൽ അഡ്രസ്സിലേക്ക് OTP വരും. ആ OTP എടുത്ത് ഇതിലടിക്കുക. ആ OTP മെയിലിൽ പോയി, മെയിലേക്ക് വരുമ്പോൾ ആ OTP അടിച്ചു. അത് ഓപ്പണായി. ഇപ്പോൾ ഈ സിസ്റ്റം ഓപ്പൺ ആയി കഴിഞ്ഞ് ക്ലിയറായി. കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ? ഓപ്പൺ ആയപ്പോൾ ഒരു പ്രത്യേക ഓപ്ഷൻ, അതിൽ ഏറ്റവും താഴെ പ്രേയിങ് ഇൻ ദ നോബിൾ മെൻ ആൻഡ് വുമൺ. ഇതൊരു സ്ത്രീൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ടാണ് സ്ത്രീൻ്റെ അത് സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ പേര് അറബിയിൽ വരുന്നുണ്ട്. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡേറ്റ് കിട്ടേണ്ട ഒരു ഫോർമാലിറ്റി കാണും. ഇപ്പോൾ നിലവിൽ ഡേറ്റ് ഫുള്ളായി, ഡേറ്റൊക്കെ രാത്രികളാണ് ഓപ്പൺ ആവുക. സൗദിയൻ ടൈം രാത്രി 11 12 ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അമർത്തി കഴിഞ്ഞാൽ